ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു ക്രീമി സീ ഫുഡ് പാസ്ത ഉണ്ടാക്കിയെടുക്കാം. ഈ പാസ്ത ഉണ്ടാക്കാൻ മൈദയുടെ ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ വെൽക്കം ടു മൈ ചാനൽ ചാറ്റ് ചാറ്റ്. ആദ്യം നമുക്ക് കുറച്ച് ബട്ടറിൽ കുറച്ച് ഓണിയൻ, തിൻലി സ്ലൈസ്ഡ് ആയിട്ടുള്ള ഓണിയൻ ഒന്ന് കാരമലൈസ് ചെയ്ത് അത് ഒരു ജാറിലിട്ട് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗാർലിക് ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീ ഫുഡ്, ഞാനിവിടെ സ്കാലപ്സും പ്രോൺസും ആണ് എടുത്തേക്കുന്നത്, അത് നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എണ്ണയോ ബട്ടറോ ഇട്ടിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ഗാർലിക് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന കാരമലൈസ് ഒനിയൻ്റെ പ്യൂരിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി അതിലേക്ക് കുറച്ച് ക്രീമും കൂടെ, ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ലെമൺ സെസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മളുടെ സോസ് നല്ല ക്രീമി ആയിട്ട് തിക്ക് കൺസിസ്റ്റൻസിയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള പാസ്ത, കുക്ക് ചെയ്ത പാസ്ത ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോസിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന പ്രോൺസും സ്കാലപ്സും അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സീ ഫുഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാസ്ത ഇവിടെ റെഡിയാണ്. നമ്മളുടെ ക്രീമി സീ ഫുഡ് പാസ്ത ഇവിടെ റെഡിയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയാണിത്. കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ ആ ഗാർലിക്കിൻ്റെയും ബട്ടറിൻ്റെയും ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇതിനെ ടോട്ടലി പാസ്തയുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി റെസിപ്പിയാണ്. ഇതിന് ചീസിൻ്റെ ആവശ്യമില്ല, ഇതിന് മൈദയുടെ ആവശ്യമില്ല. വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഒരു കാര്യം മറക്കല്ലേ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.